ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു നടന്നൊരു സംഭവമാണ്. അപ്പോൾ പോണ വഴിക്ക് ഇവർ ഒരു അപകടത്തിൽ രണ്ടുപേരും മരിക്കാം, ദാരുണമായി കൊല്ലപ്പെടാം. ഈ മിസ്സിസ് പട്ടൗഡി ഈ ഖുർഷിദ് ബാദലിൻ്റെ അടുത്ത് വന്നിട്ട് ഭാര്യയുടെ ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ട് പറയാണ്, ഇങ്ങനെ ഇരിക്കാൻ പറയുമ്പോഴേക്ക് ഇവരുടെ കൈ ഇങ്ങനെ അനങ്ങണം, പേനയിലെ കടലാസിലേക്ക് ഇങ്ങനെ കൈ അനങ്ങണം, പേന തണുത്താൻ അനങ്ങണം, എന്തൊക്കെയോ വരച്ചു കുറിക്കുന്നു. ഈ ആകാശിക് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന സാധനമുണ്ട്. അതുപോലെ ഈ ആത്മാക്കളോട് സംസാരിക്കുമ്പോൾ മീഡിയേറ്റർ ആരാണോ അവരുടെ കയ്യിൽ അറിയാനുള്ള ഒരുപാട് പേരുണ്ട്. പുറം ലോകത്ത് എങ്ങനെ ആൾക്കാർ ജീവിക്കുന്നത്, ഈ ഭൂമിയിൽ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു, മരിച്ചതിന് ശേഷം എന്താണ്, നമ്മൾ എന്ത് ചെയ്താലും റെക്കോർഡ് എന്താണ്, ആകാശിക് റെക്കോർഡ് എന്ന സംഭവം മുകളിലുണ്ട്. ആകാശിക് റെക്കോർഡ്. ഇവർ മരിച്ച് അപ്പം തന്നെ ആദ്യം മരിച്ചത് വിസ്പി. അപ്പോൾ പറയും ഞാൻ നിൻ്റെ ചേട്ടനല്ല. അപ്പോൾ അങ്ങ് ആരാധിക്കുമ്പോൾ ഞാൻ നിൻ്റെ മുത്തച്ഛനാണെന്ന് പറയും. അങ്ങനെ ഇവർ പോകാണ് അടുത്ത ലോകത്തിലേക്ക്. ഇനി കണ്ണടച്ച് നിൽക്കാൻ പറയും. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ലോസ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ്. ഇതിനെപ്പറ്റി അധികം ആൾക്കാർ കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇത് 1980 കാലഘട്ടങ്ങളിൽ നടന്നൊരു കഥയാണ്. നാഷണൽ ബെസ്റ്റ് സെല്ലറായിരുന്നു ഈ പുസ്തകം. മലയാളത്തിൽ വിവർത്തനം 2017 മലയാളത്തിൽ വിവർത്തനം ചെയ്യേണ്ടത്. അത്രത്തോളം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുകൂടി അറിയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം അത് പറയാതെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതിനെപ്പറ്റി പറയേണ്ടത്. കാരണം ഇതൊരു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നൊരു ചാനലല്ലേ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിനൊന്നും അറിഞ്ഞിരിക്കണം. സമയമാകുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി പറയാൻ. അതെ, ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു നടന്നൊരു സംഭവമാണ്. അതായത് 1950 ജനിച്ച ഒരു സ്ത്രീയുടെ കഥയാണ്. അവരുടെ പേരാണ് ഖുർഷിദ് ബാവുനഗരി. അവർ ജനിച്ചത് അവർ ഈ പാഴ്സി മതം, സൗരാഷ്ട്രീയം, അതിലാണ് അവർ ജനിച്ചത്. അങ്ങനെ അവർക്ക് ഭർത്താവുണ്ട്, 2 മക്കൾ, വിസ്പിയും റൂഹിയും, 2 മക്കൾ. ഈ മക്കൾ 30 വയസ്സായി. അവർ രണ്ടുപേരും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. വണ്ടിയോട് താല്പര്യമുള്ള ആളുകൾ, 2 മക്കൾക്കും വണ്ടിയോട് ഭയങ്കര താല്പര്യമുള്ള കുട്ടികളായിരുന്നു. അങ്ങനെ ഇവർ ഈ വണ്ടിയെപ്പറ്റി താല്പര്യമുള്ളതുകൊണ്ട് അവർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, പാസ്സായി. അങ്ങനെ അവർക്കൊരു ഗരാജ് വേണമെന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ അവർ ഇട്ട് കൊടുത്തു. പൈസ അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതൊന്നും അവർക്കില്ലാത്ത ഒരു ഗരാജ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇവർ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂത്ത ആൾ കല്യാണം കഴിച്ചു, 2ാം ആൾ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഇവർ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ആ സമയത്ത് ബോംബെയിലാണ് ഈ കഥ നടക്കുന്നത്. 1980 നടക്കുന്ന കഥയാണത്. ബോംബെയിൽ ഒരു ക്രോസ് കൺട്രി റേസ് വരുന്നു കാറുണ്ട്. അപ്പോൾ ഇവർക്ക് വണ്ടിയുടെ താല്പര്യമുള്ളതുകൊണ്ട് ഇവർ എന്നാൽ പങ്കെടുക്കണമെന്ന് വളരെ താല്പര്യം പറഞ്ഞു. അങ്ങനെ അവർ മക്കൾ പൊക്കോളൂ, എന്നെന്താ പൊക്കോളൂ. അപ്പോൾ കാറൊക്കെ റെഡിയാക്കി അവർ റാലിയുടെ ഡേറ്റൊക്കെ ആയി. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന ദിവസം ഞങ്ങൾ ആദ്യം ഒരു ടെസ്റ്റൊക്കെ എടുത്തത്, ആ റൂട്ടിൽ കൂടി ഞങ്ങൾ ടെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് എടുക്കാം. അപ്പോൾ പോയിട്ട് വരാൻ പറയും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ രാത്രിയാണ് ഞങ്ങൾ വരില്ല, അവിടെ പോയിട്ട് തിരിച്ച് അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം കാലത്തേ വരുള്ളൂ കേട്ടോ. ആ പോയിട്ട് അപ്പോൾ ഞങ്ങൾ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണൊന്നും വന്നില്ല. 80 കാലഘട്ടങ്ങളിലൊക്കെ ലാൻഡ് ഫോൺ അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ വിളിച്ചില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ പിറ്റേ ദിവസം കാലത്ത് വന്നോളാം, ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങും. കാരണം അവർ 2 പേരും 2 കൂട്ടുകാരുമായിട്ട് ഇവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് യാത്ര ഇരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഇവർ ഒരു അപകടത്തിൽ 2 പേരും മരിക്കാം, ദാരുണമായി കൊല്ലപ്പെടാണ്. 2 മക്കളും വിസ്പിയും റൂഹി, 2 മക്കളും ദാരുണമായി കൊല്ലപ്പെടുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവർ 2 പേരും മുമ്പിലിരിക്കുകയായിരുന്നു. വണ്ടിയുടെ മുമ്പിലിരുന്ന ആൾക്കാർ 2 പേര് മരത്തിലിടിച്ച് വണ്ടി അപ്പോൾ തന്നെ തകർന്നു പോയി. അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അടുത്തൊരു ആക്സിഡൻറ്റ് എത്തിച്ചപ്പോൾ മരിച്ചു. കൂടെയുള്ള 2 പേര് രക്ഷപ്പെട്ടു. അങ്ങനെ അവർ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഇവരുടെ വീട്ടിൽ വന്ന് അച്ഛനും അമ്മയോടും പറയാണ്, മക്കൾ സൂവിലാണ് മരിച്ചെന്ന് പറഞ്ഞില്ലേ, സൂവിലാണ്ട് ഹോസ്പിറ്റലിലാണ് പോകണമെന്ന് പറയും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 പേരും മരിച്ചു. അങ്ങനെ കുടുംബത്തിൽ 2 മക്കളേ ഉള്ളൂ. 30 വയസ്സ് വരെ വളർത്തി വലുതാക്കി 2 പേരും പോയാൽ അച്ഛൻ്റെ അമ്മയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. വളരെ സങ്കടത്തോടെ അവർ ഓരോ ദിവസവും തള്ളി നീക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 30 ദിവസം അവർ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. 30 ചടങ്ങുകൾ അവർ ഇതാണല്ലോ, വേറെ മതമാണല്ലോ, മുസ്ലിം അല്ല, ഇതെന്ന് വേറെ എന്തോ ഈ സൗരാഷ്ട്ര പാഴ്സി മതം അനുസരിച്ചുള്ള എല്ലാ കർമ്മങ്ങളും 30 ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. അതെല്ലാം ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരുടെ കാണാനൊരു സ്ത്രീ, അവരൊരു ബന്ധുവരാണ്. അവർ പറഞ്ഞു, ഞങ്ങളൊരു മിസ്സിസ് പട്ടൗഡി എന്ന് പറഞ്ഞൊരു സ്ത്രീ പറഞ്ഞിട്ട് ഞങ്ങൾ വരാണ് എന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. ഈ മിസ്സിസ് പട്ടൗഡി എന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആത്മാക്കളോട് സംസാരിക്കാൻ കഴിവുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരിങ്ങനെ അവർക്ക് താല്പര്യമുള്ളൊരു സദസ്സുണ്ട് അവിടെ. ആഴ്ചയിലൊരിക്കൽ അവരുടെ സദസ്സ് താല്പര്യമുള്ള ആൾക്കാർ ആത്മാക്കളോട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ സീൻസ് എന്നുള്ള അതിനകത്ത് കൂടിയൊക്കെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ വരുമ്പോൾ അവർ ആഴ്ചയിലേക്ക് അവരുടെ വീട്ടിലൊരു സദസ്സ് വയ്ക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വച്ച സദസ്സിൽ അവർക്ക് പറയാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. 2 പേര് വന്നിട്ട് ഞങ്ങളുടെ ഇത് ബ്രേക്ക് ചെയ്യണം,
ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ 2 ചെറുപ്പക്കാർ പിള്ളേർ, ഒരു ആക്സിഡൻറ്റിൽ, ഈ അടുത്ത ആക്സിഡൻറ്റിൽ മരിച്ച പിള്ളേരാണ്. അവർ വന്നിട്ട് ഇത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങൾ അവരെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ അടുത്ത് കൊണ്ടു, ഞങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ഈ മിസ്സസ് പട്ടൗഡിയോട് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അവിടെ ഇരിക്കുന്ന സദസ്സിൽ ഒരു സ്ത്രീ ഇവരുടെ വീടിനടുത്തുള്ള സ്ത്രീയാണ്, ഈ പറഞ്ഞ ഖുർഷിദ് ഭാവനഗരിയുടെ വീടിനടുത്തുള്ള സ്ത്രീ. അപ്പോൾ അവർക്കറിയാം, കാരണം ചെറുപ്പക്കാർ മരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അന്നത്തെ കുറച്ചും കൂടി കുടുംബ ബന്ധങ്ങളുള്ള കാലഘട്ടം, ഇപ്പോഴത്തെ മാതിരി അല്ലല്ലോ, പെട്രോ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇവരുടെ വീടിനടുത്തൊരു സംഭവം നടന്നാൽ അവർക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അവർക്ക് സംശയം, ഇതാണ് കുട്ടികളും സംശയമായി. അങ്ങനെ നിങ്ങളൊന്ന് അവിടെ വരെ വന്നം എന്ന് പറയും. അപ്പോൾ ഇവർക്ക് വലിയ ഇതായി, അന്ന് ഉടനെ പോവാം. അവർ ഉടനെ അവിടെ പോയി ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഈ പറഞ്ഞ ആര് അന്ന് ഇവരുടെ ആ സദസ്സ് ഉള്ള ദിവസം അവിടെ ചെന്നു. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ ചെന്നപ്പോൾ ഈ മിസ്സസ് പട്ടൗഡി ഈ ഖുർഷിദ് ഭാവനയുടെ അടുത്ത് വന്നിട്ട്, ഭാര്യയുടെ ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഹൗ ആർ യു മദർ ഫാറ്റ്സി. ഫാറ്റ്സി എന്ന് പറഞ്ഞാൽ ഇവർ ഓമനപ്പ, ഇവർ കാണാൻ നല്ലൊരു സ്ത്രീയാണ്, ഇത്തിരി തടിയുണ്ട് ഇവർക്ക്. അപ്പോൾ ഈ കുട്ടികളെ അമ്മയെ വിളിച്ചിരുന്ന ഫാറ്റ്സി എന്നുള്ള പേരിലാണ് വിളിച്ചോണ്ടിരുന്നത്. അത് ഇവർ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇത് എന്തോ ഒരു കാര്യമുണ്ടല്ലോ, കാരണം മക്കൾക്ക് മാത്രം അറിയാം, വേറെ ആർക്കും പേരറിയാം, നമ്മുടെ വീടിനകത്ത് മാത്രം വിളിക്കുന്ന ചില പേരാണ്. അപ്പോൾ എന്തോ കാര്യമുണ്ടല്ലോ, അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ സംഭവം അതിനകത്തുണ്ട്. അങ്ങനെ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ മക്കൾക്ക് നിങ്ങളോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അവർ പറയാം. അപ്പോൾ അതിനെന്താ ഞങ്ങൾ പറയാമല്ലോ, ഇവർക്കാണെങ്കിൽ മക്കളോട് സംസാരിക്കാൻ ഏറ്റവും വലിയ കാര്യം, കാരണം മരിച്ചുപോയ സങ്കടത്തിൽ, കാരണം ജീവിതം തന്നെ കഴിഞ്ഞു, മക്കൾ ചെറുപ്പത്തിൽ മരിച്ചുപോയി, വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവർ. ഒരു അവസരം ഉണ്ടാക്കണം. അങ്ങനെ അവർ അവിടെ ഒരു അവസരം ഉണ്ടാക്കി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ പറയണം, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ വേറെ നല്ല ലോകത്താണ് നിൽക്കുന്നത്, അപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടമില്ല, ഞങ്ങൾ വേറൊരു ലോകത്ത് ഇപ്പോൾ നിൽക്കണം, ഞങ്ങളെ ആലോചിച്ച് അമ്മ സങ്കടപ്പെടരുത്, ഞങ്ങൾ വളരെ സുഖമായിട്ട് അവിടെ കഴിയുന്നു എന്ന് പറയാണ് ഇവർ. അപ്പോൾ ഞങ്ങളുടെ കഥ ഞങ്ങൾ അമ്മയോട് പറയാമെന്ന് പറയും. അങ്ങനെ അവർ പറയും, ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞുതരാം, അതനുസരിച്ച് അമ്മ ചെയ്യണം കേട്ടോ എന്ന് പറയും. ഒരു കടലാസും പേന എടുക്കാൻ പറയും, വീട്ടിൽ ചെന്നിട്ട് കടലാസും എടുക്കാൻ പറയും. അവർ ചെന്നിട്ട് കടലാസും പേനയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറയുമ്പോൾ ഇവരുടെ കൈ ഇങ്ങനെ അനങ്ങണേ, പേനയിലെ കടലാസിലേക്ക് ഇങ്ങനെ കൈ അനങ്ങുന്നു, പേന തണുത്താൻ അനങ്ങുന്നു, എന്തൊക്കെയോ വരച്ച് കുറിക്കുന്നു. അക്ഷരങ്ങളല്ല, ഇവർക്ക് ഇംഗ്ലീഷ് നല്ല അറിയാവുന്ന ഒരു സ്ത്രീയാണ് അവർ, ഖുർഷിദ് ഭാവന, വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ അക്ഷരങ്ങൾ ഇങ്ങനെ കുറിക്കും, എന്താണെന്ന് മനസ്സിലാവുള്ളത്. അപ്പോൾ ഇവർ നേരിട്ട് ഇവരോട് ബന്ധപ്പെടണം, ഈ ആത്മാക്കൾ, മക്കളുടെ ആത്മാക്കൾ നേരിട്ട് അമ്മയായിട്ട് ബന്ധപ്പെട്ട. ഇതിന് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്നൊരു പ്രത്യേക, ആകാശിക് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന സാധനമുണ്ട്. അതുപോലെ ഈ ആത്മാക്കളോട് സംസാരിക്കുമ്പോൾ മീഡിയേറ്റർ ആരാണോ അവരുടെ കയ്യിൽ അറിയാനുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരിത് ഡീകോഡ് ചെയ്ത് പറയും. അപ്പോൾ ഇവർ കുറേശ്ശെ എഴുതി തുടങ്ങി 2-3 ദിവസം കൊണ്ട് ഇവർ കറക്റ്റായിട്ടല്ലേ, ആദ്യം ഒരു സർക്കിൾ വരയ്ക്കണം, ഓരോ പടങ്ങൾ വരയ്ക്കുന്നു, അത് പിന്നെ അക്ഷരത്തിലേക്ക് മാറി. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ഈ മക്കൾ അമ്മയ്ക്കുള്ള സന്ദേശങ്ങൾ കൊടുക്കാൻ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്നുള്ള പ്രക്രിയയിലൂടെ ഇവർ ഓരോ കാര്യങ്ങൾ എഴുതി കൊടുക്കണവർക്ക്. അങ്ങനെ അവർ പറയും, അമ്മയ്ക്ക് ഞങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞു തരും, അമ്മ അത് കടലാസിൽ എഴുതി വെക്കണം. ഞങ്ങളൊരു ദിവസത്തിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം അസ്തമയത്തിന് മുമ്പായിട്ട് ചിലപ്പോൾ ഒരു 3-4 പ്രാവശ്യം അമ്മയുടെ അടുത്ത് വരും, അമ്മ റെഡി ആയിട്ടിരിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഏറ്റവും സന്തോഷം, മക്കളോട് സംസാരിക്കാൻ, മരിച്ച ആൾക്കാരോട് സംസാരിക്കാൻ ഇവർക്ക് ഏറ്റവും വലിയ കാര്യം. അതിനെന്താ മക്കളെ ഞങ്ങൾ ഇരുന്നോളാന്ന് പറയും. അങ്ങനെ അവർ ഒരു ദിവസത്തിൽ 3-4 പ്രാവശ്യം വെച്ച് മെയ് 1980 മുതൽ ഓരോരോ ദിവസങ്ങളിൽ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ 1.5 കൊല്ലമായപ്പോൾ ഇവർ പറഞ്ഞു, അവിടെ എങ്ങനെയാണ് ജീവിത രീതി, പുറം ലോകത്ത് എങ്ങനെ ആൾക്കാർ ജീവിക്കുന്നത്, ഈ ഭൂമിയിൽ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു, മരിച്ചതിന് ശേഷം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഈ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 1.5 വർഷം കൊണ്ട് ഒരു ദിവസത്തിൽ 3-4 പ്രാവശ്യം വന്ന് ഇവർ എഴുതി പുസ്തകം മാതിരി ആക്കാൻ. അവസാനം ഈ മക്കൾ പറയും, അമ്മ ഇത് പുസ്തകമാക്കണം എന്ന് പറയും. അങ്ങനെ പുസ്തകമാക്കി അവർ പബ്ലിഷ് ചെയ്ത ബുക്കാണ് ലോസ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ്. ഒരുപാട് എഡിഷൻസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്, പിന്നീട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്കതിലേക്ക് കടക്കാം. ശരി. അപ്പോൾ ഇത് ആത്മാക്കളുടെ സന്ദേശം എന്ന് പറഞ്ഞത്, മരിച്ചുപോയ ആത്മാക്കളുടെ സന്ദേശമാണ്, ഭൂമിയിൽ ജനിക്കുന്ന ആൾക്കാർക്കുള്ള സന്ദേശങ്ങളാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവർ പറയുന്നത് വളരെ ധാർമ്മികമായിട്ട് നമ്മൾ ജീവിക്കണം. ഇവിടെ നമ്മളാരെയും കൊല്ലാൻ പാടില്ല, നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, നമ്മൾ വാക്കുപോലും നമ്മൾ മോശമായിട്ട് പറയരുത്, വളരെ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കണം. ഇതെല്ലാത്തിനും കണക്കുണ്ട് അവിടെ. നമ്മൾ എന്ത് ചെയ്താലും അവിടെ റെക്കോർഡാണ്. ആകാശിക് റെക്കോർഡ് എന്ന സംഭവം മുകളിലുണ്ട്, ആകാശിക് റെക്കോർഡ്. ഇത് നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ, അതെ, ഉപബോധ മനസ്സ്, ഭൗതിക മനസ്സ്, 2 മനസ്സുണ്ട് നമുക്കെല്ലാവർക്കും. ഉപബോധ മനസ്സ്, ഭൗതിക മനസ്സ്. ഭൗതിക മനസ്സ് നമ്മൾ സാധാരണ ഭാഷ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ എല്ലാവരും ജീവിക്കണമെങ്കിൽ പൈസ വേണം, അതിന് ഓരോ ഓട്ടത്തിൽ പഠിക്കണു, ജോലി ചെയ്യണു, ഓരോ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. നമുക്കൊരു ഉപബോധ മനസ്സുണ്ട്, ഇത് നമ്മൾ ഉണർത്തണം എന്നാണ് പറയുന്നത്. ഉണർത്തണം, ഇത് കണക്റ്റ് ആവുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ സ്വപ്നം കാണാത്തൊരവസ്ഥ വരും.
ഇതെല്ലാം ബുക്കിലെ കാര്യങ്ങളാണ് കേട്ടോ, ഞാനാരും അല്ല, സാധാരണ മനുഷ്യനാണ്. അതായത് ഈ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ സ്വപ്നം കാണാത്തൊരവസ്ഥയിൽ ആണ് ഈ സംഭവം കണക്ട് ചെയ്യുന്നത് മുകളിലേക്ക്. ഓരോരുത്തർക്കും ഓരോ പേർ ആത്മാവുണ്ട് മുകളിൽ. ഇവരാണ് നമ്മളെ നേർവഴിക്ക് നടത്തുന്നത്. ഇവരോട് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ജന്മം എടുക്കാൻ വന്നേക്കണം. ജന്മം എടുക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് അവിടെ ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ സ്വപ്നമില്ലാത്തൊരവസ്ഥയിലേക്ക് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മുകളിലേക്ക്. ഉറങ്ങി എഴുതിയാൽ നമ്മളെല്ലാം മറന്നുപോകും. അപ്പോൾ ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. നമ്മൾ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നമ്മൾ ഊർജ്ജസ്വലരാകില്ലേ? ശരിയാണ്. ഉറങ്ങുമില്ലെങ്കിൽ മറക്കേണ്ട കാര്യം മനുഷ്യൻ്റെ കാര്യം പോക്കല്ലേ? അപ്പോൾ ഇത് ഉറക്കെ സ്വപ്നമില്ലാത്ത അവസ്ഥയിൽ മാത്രമേ നമ്മൾ മുകളിലെ വേൾഡായിട്ട് കണക്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യം ഇപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മളുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഈ വിസ്പിയും റൂഹിയും പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ, ഇവർ മരിച്ച് അപ്പം തന്നെ ആദ്യം മരിച്ചത് വിസ്പി, മൂത്ത മോനാണ്. വിസ്പി മരിച്ച് അപ്പം തന്നെ മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ വിസ്പിയുടെ കൂടെ ഒരാൾ നിൽപ്പുണ്ട്. ശരിക്കും ചേട്ടൻ തന്നെ, ഇവർ രണ്ടും ചേട്ടൻ. അപ്പോൾ ചേട്ടൻ നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ നിൻ്റെ ചേട്ടനല്ല എന്ന് പറയും. അപ്പോൾ അങ്ങ് ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ മുത്തച്ഛനാണെന്ന് പറയും. ഇവർ രണ്ടുപേരും ഛായയുണ്ട്, യൂപസാദൃശ്യമുണ്ട്. ചേട്ടൻ വന്നിട്ടില്ല, ചേട്ടൻ അവിടെ കഴിഞ്ഞിട്ടില്ല, ചേട്ടൻ്റെ പ്രാണം പോയിട്ടില്ല, ചേട്ടൻ അത് കഴിഞ്ഞ് വരാറാവണുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവരുടെ ഛായയാണ്, രൂപസാദൃശ്യം ഉള്ള ആൾ. മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഇവരല്ല. അപ്പോൾ അങ്ങനെ ഇവർ ചേട്ടൻ വന്നോളൂ നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ ഇവർ പോകാണ് അടുത്ത ലോകത്തിലേക്ക്. നീ കണ്ണടച്ച് നിൽക്കാൻ പറയും. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ.